വലിയ ഗംഭീര സംഭവങ്ങളാണ് മോഹൻലാൽ ആരാധകർക്ക് ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ സൂചനകൾ ലഭിച്ചിരുന്നു. ഭപപ എന്ന ചിത്രത്തിൽ ഗംഭീരമായൊരു ക്യാമിയോ റോളിൽ മോഹൻലാൽ എത്താൻ പോവുകയാണ്. അത് ഭയങ്കര ക്ലോസ്ഡ് സെക്യൂരിറ്റിയിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തുവിടാത്ത രീതിയിൽ അതൊരു സർപ്രൈസായി തന്നെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് കൂടുതൽ സർപ്രൈസുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. അടുത്തിടെ മോഹൻലാലിന്റെ എനർജറ്റിക് ആയ പല വീഡിയോകളും നമ്മുടെ മുന്നിലേക്ക് എത്തിയിരുന്നു. ഒന്ന് ബിഗ് ബോസ് പ്രൊമോയായിരുന്നെങ്കിൽ മറ്റൊന്ന് അതേ രീതിയിൽ എത്താൻ പോകുന്ന ഭപപ എന്ന ദിലീപ് ചിത്രത്തിലെ മോഹൻലാലിന്റെ റോളായിരിക്കും. പ്രേക്ഷകരെല്ലാം കമ്പയർ ചെയ്യുന്നത് ബിഗ് ബോസിലെ ആ പ്രൊമോയിൽ കണ്ട മോഹൻലാലിനെ പോലൊരു മോഹൻലാൽ ആയിരിക്കും ഭപപ എന്ന ചിത്രത്തിൽ മോഹൻലാൽ എത്താൻ പോകുന്നത് എന്നൊക്കെയാണ്. എന്തായാലും വിശ്വാസം രക്ഷിക്കട്ടെ. എന്നിരുന്നാലും മോഹൻലാൽ എത്താൻ പോകുന്നത് വമ്പൻ ചില സർപ്രൈസുകളുമായി തന്നെയാണ്. ഒന്ന്, ഈ ചിത്രത്തിലെ ആക്ഷൻ സീക്വൻസുകളാണ് മോഹൻലാൽ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതൊരു ഗംഭീര സംഭവമായിരിക്കും. മോഹൻലാലിനൊപ്പം ദിലീപും ഉണ്ടായിരുന്നു. ദിലീപ് ചിത്രത്തിന് മോഹൻലാൽ വന്നതോടുകൂടി കിട്ടിയ ഹൈപ്പിന്റെ കണക്കൊന്നും പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ആരാധകർ ഇന്നലെ മുതലേ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. കിൻഡിൽ ഇടി കഴിഞ്ഞാൽ മറ്റൊരു ഗംഭീര സംഭവം കൂടി വരാൻ പോകുന്നു എന്നത്. അടുത്തിടെ മോഹൻലാൽ ഒരു തരംഗം സൃഷ്ടിക്കുകയുണ്ടായി തുടരും എന്ന ചിത്രത്തിലൂടെ. തുടരും ഗംഭീര ഹിറ്റായപ്പോൾ തുടരും എന്ന ചിത്രത്തിന് ഒരു പ്രൊമോ സോങ് കൂടി അവർ ചിത്രീകരിച്ചിരുന്നു. അതിലും വലിയ ഹിറ്റായി മാറി. ഒരു പ്രൊമോ സോങ്ങിന്റെ ഐഡിയ ഒന്നും അവർക്കില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പാട്ട് വന്നപ്പോൾ അതൊരു പ്രൊമോ സോങ് ആക്കി മാറ്റുകയായിരുന്നു. പക്ഷേ അതിന് കിട്ടിയ റിസപ്ഷൻ അത് ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ്. മോഹൻലാലിന്റെ ഒരു എനർജറ്റിക് പാട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നതും. ആ തരംഗം വീണ്ടും ആവർത്തിക്കാൻ ഒരുങ്ങിയാണ് ഭപപ എന്ന ചിത്രത്തിലും. ഇത്തവണ മോഹൻലാലിനൊപ്പം മറ്റ് ചില വമ്പൻ താരങ്ങൾ കൂടി എത്തുന്നു എന്നതാണ് കൗതുകം. ലാലേട്ടനും അതിനൊപ്പം ദിലീപും പിന്നീട് സാക്ഷാൽ തമന്ന കൂടി എത്താൻ പോവുകയാണ്. തമന്നയുടെ ഐറ്റം സോങ്ങുകളെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ ഒരു മലയാള ചിത്രത്തിൽ തമന്ന കൂടി മോഹൻലാലിനൊപ്പം എത്തിയാൽ ഉള്ള കൗതുകമാണ് ഇപ്പോൾ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടെത്തുന്നത്. ഇന്നേ ദിവസം ഒരു ഐറ്റം സോങ് കൂടി ഈ ചിത്രത്തിൻ്റെതായി ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതിലേക്ക് മോഹൻലാലും ദിലീപും തമന്നയുമാണ് എത്തുന്നത്. അപ്പോൾ പടം ഒരു ഒന്നൊന്നര പൊളി പൊളിക്കും എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പറയുന്നതും. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ചാർജായി കാണും. എന്തായാലും ആരാധകർ ചാർജ് ആയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നതൊക്കെ ഗംഭീര സംഭവമായിരിക്കും. എന്തായാലും തമന്ന ഒരു ഐറ്റം സോങ്ങുമായി മലയാളത്തിലെത്തുമ്പോൾ അതിനൊപ്പം മോഹൻലാലും അതൊരു ഗംഭീര സംഭവം തന്നെ. അതിനൊപ്പം തന്നെ ജയിലർ 2 എന്ന ചിത്രത്തിലും തമന്ന വരാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. മോഹൻലാലിന്റെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട പ്രൊമോ പുറത്തിറങ്ങിയപ്പോൾ പോലും പ്രേക്ഷകർ ഒന്ന് ചാർജ് ആയിട്ടുണ്ട്. അത് ചിത്രീകരിച്ചതിന്റെ കാര്യങ്ങളാണ് ആരാധകർ ശരിക്കും ഇപ്പോൾ അതിശയിപ്പിച്ചതും. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി മോഹൻലാൽ നടത്തിയ പ്രൊമോ ഷൂട്ട് ചിത്രീകരിച്ചതിന്റെ കാര്യങ്ങൾ പുറത്തുവന്നപ്പോൾ പ്രേക്ഷകർ അതിശയിച്ചിരിക്കുകയാണ്. മുണ്ടുമടക്കി കുത്തി വരുന്ന ഒരു മോഹൻലാലിനെ പ്രതീക്ഷിച്ചതെന്നും ഒരുപടി മുന്നോട്ട് നടന്ന് കലിപ്പും സെൽഫ് ട്രോളും കൊണ്ട് നിറഞ്ഞൊരു പ്രൊമോയാണ് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ബിഗ് ബോസിനെയും സ്വയം തന്നെയും ട്രോളിക്കൊണ്ടുള്ള മോഹൻലാലിന്റെ പ്രൊമോ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. ഹോളിവുഡ് ചിത്രം ഗോഡ് ഫാദറിൽ നിന്നും പ്രചോദനം കൊണ്ടാണ് മൃദുൽ നായർ പ്രൊമോ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നതാണ് കൗതുകം. കഴിഞ്ഞ തവണ ഓണത്തിന് കൊടുത്ത പ്രൊമോ കുറച്ച് ഹ്യൂമർ രീതിയിൽ ഉള്ളതായിരുന്നു. അത് പ്രേക്ഷകർക്ക് വർക്കായി. പുതിയ പ്രൊമോയിൽ കുറച്ച് പോപ്പ് കൾച്ചറും ഇപ്പോൾ നടക്കുന്ന സമകാലിക സംഭവങ്ങളും ഉൾപ്പെടുത്തി ചെയ്യണം എന്നായിരുന്നു അവരുടെ ചിന്തകൾ. ഷൂട്ട് നടക്കുന്നതിന്റെ അവസാന ദിവസമാണ് നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അദ്ദേഹം പറയുന്നത്. ആ സമയത്ത് അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. മോഹൻലാൽ ഒരു സ്റ്റാർ എന്നതിനപ്പുറം എന്ത് നല്ല മനുഷ്യനാണ് എന്ന് നമുക്ക് തോന്നിപ്പിച്ച സംഭവം ആയിരുന്നല്ലോ അത്. അതുപോലെ തന്നെ കോട്ട് ലാലേട്ടൻ എന്നതൊക്കെ കൊണ്ടുവന്നത് വളരെ കൗതുകമായി. അതൊക്കെ അവരുടെ ചിന്തകളായിരുന്നു. തുടരും റെഫറൻസ് അവർ വെച്ചിട്ടുള്ളത് എന്നെ വീണ്ടും മഴയത്ത് നിർത്തരുതേ എന്നത് മാത്രമാണ്. മറ്റ് റെഫറൻസുകളിലേക്ക് നമ്മൾ പോയിട്ടേയില്ല. ലാൽ സാറിന്റെ റെഫറൻസുകളിലേക്കും നമ്മൾ പോയിട്ടില്ല. ബിഗ് ബോസിലെ ലാലേട്ടൻ എന്താണ്, ആ ലാലേട്ടനെയാണ് ലാലേട്ടൻ തന്നെ ട്രോൾ ചെയ്യുന്നത്. ഏഷ്യാനെറ്റിനോട് തന്നെ പുള്ളി പറയുന്നത് ഇമാതിരി അങ്കണവാടി ടാസ്കുമായി വന്നാൽ കമ്മിറ്റിക്കിട്ട് പണി തരുമേ എന്ന്. അത് ഏഷ്യാനെറ്റിനോടാണ് പറയുന്നത്. ഇത്തവണ നമുക്ക് ലാലേട്ടനെ കുറച്ച് മാസ് രീതിയിൽ കാണിക്കണം എന്നുണ്ടായിരുന്നു. ഈ പ്രൊമോ ഇംഗ്ലീഷ് ചിത്രം ഗോഡ് ഫാദറിന്റെ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. മർലൻ ബ്രാൻഡോ ഒക്കെ ചെയ്തിട്ടുള്ളത് പോലെ ഒരാൾ. അയാൾ ശാന്തനാണ്, കൂളാണ്. എന്നാൽ അയാളുടെ സ്റ്റേറ്റ്മെന്റുകൾ വളരെ ക്ലിയർ ആയി പറയും. ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷം ലാലേട്ടന്റെ പഴയ ഹ്യൂമർ വശം കൂടി ഇതിലേക്ക് കൊണ്ടുവന്നാലോ എന്ന് ആലോചിച്ചിരുന്നു. എന്നാൽ ഇത്തവണ കുറച്ച് കലിപ്പിൽ തന്നെ പരിപാടി ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ടും അതിനിടയിൽ പലയിടത്തും അദ്ദേഹം വളരെ കൂളാകുന്നുണ്ട് എന്നതും സംവിധായകൻ മൃദുൽ നായർ പറയുന്നുണ്ട്. പ്രൊമോയും ടീസറും വെറും 2 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സെൽഫ് ട്രോളുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ചിരിയായിരുന്നു. കൊള്ളാമല്ലോ എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ലൈൻ കട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ബിഗ് ബോസിലെ പഴയ വൈറൽ വീഡിയോ കാണിച്ചു കൊടുത്തു. ഒരു ദിവസം ബിഗ് ബോസിൽ അദ്ദേഹം ലൈൻ കട്ട് എന്ന് പറയുന്നത് അതിപ്പോൾ പലരും ഉപയോഗിക്കുന്ന വാക്കാണ്. മതി എന്ന് പറയുന്നതിന് പകരം ലൈൻ കട്ട് എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. അതാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അത് ഇതിന്റെ എഴുത്തുകാരിൽ ഒരാളുടെ ഐഡിയ ആയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ബിഗ് ബോസിന്റെ പ്രൊമോയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ഗംഭീരമാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ ഇപ്പോൾ ഓൺലൈനിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ ശരിക്കും കേൾക്കേണ്ടതാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ പ്രൊമോ ബ്ലോക്ക് ബസ്റ്ററും ആയി കഴിഞ്ഞിരിക്കുന്നു. ഇതേ മോഡലുള്ള സംഭവങ്ങളാണ് ഇനി ഭപപ എന്ന ചിത്രത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഐറ്റം സോങ്ങിൽ തമന്നയും മോഹൻലാലും ദിലീപും ഒക്കെ എത്തുന്നത് ഗംഭീര സംഭവമായിരിക്കും ഇന്ന് എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഒന്നും പുറത്തു വരുത്തില്ല എന്നാണ് അറിയാൻ കഴിയുന്നതും. അത്രയ്ക്ക് വലിയ സെക്യൂരിറ്റിയിലാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നതും.